ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അല്ലാഹുവേ, ഈ നോമ്പ് പിടിച്ചിട്ട് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന അറിവുകള് നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇസ്ലാമിക കർമ്മശാസ്ത്രം അഥവാ ഫിഖ്ഹ്, നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചതാണ് ഫിഖ്ഹ്. ഒരുപാട് ആളുകൾക്കറിയാം, പലരും മദ്രസയിൽ പോകാത്തത് കൊണ്ട് അതറിയില്ല. അറിഞ്ഞവർ തന്നെ മറന്നുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇസ്ലാമിക കർമ്മശാസ്ത്രം ഉപയോഗിക്കുന്ന കൈകാര്യം ചെയ്യുമ്പോൾ പതിവായി ഉപയോഗിക്കാറുള്ള ചില സാങ്കേതിക പദപ്രയോഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തത് വാജിബ്, രണ്ടാമത്തത് സുന്നത്ത്, മൂന്നാമത്തത് ഹറാമ്, നാലാമത്തത് കറാഹത്ത്. എന്താണ് വാജിബ്, എന്താണ് സുന്നത്ത്, എന്താണ് കറാഹത്ത്, എന്താണ് ഹറാം? ഒരു മുസ്ലിമായ മനുഷ്യൻ പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള കാര്യമാണ്. എന്താണ് ഹറാമ്, എന്താണ് ഹലാല്, എന്താണ് കറാഹത്ത്, സുന്നത്ത് എന്താണ്, എന്താണ് അതിന്റെ കൂലി, വാജിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ റമളാൻ അവസാനിക്കുമ്പോ ഒരു മദ്രസയിൽ നിന്ന് പഠിച്ച ഒരു വിദ്യാർത്ഥിയെ പോലെ നമുക്ക് അൽഹംദുലില്ലാഹ് നല്ല ഒരു അറിവ് ഇൻഷാ അല്ലാഹ് നേടണം. ഒരു ദിവസം പോലും മുടങ്ങരുതേ. എല്ലാവരിലേക്ക് നമ്മുടെ മജ്‌ലിസിനെ എത്തിച്ചു കൊടുക്കുമോ? അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാജിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാജിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, വാജിബിന്റെ അർത്ഥം എഴുതി വെച്ചോ, നിർബന്ധം. എന്താണ് വാജിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാജിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധം എന്നാണ്. വാജിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധം എന്നാണ്. എന്താണ് അതിന്റെ യഥാർത്ഥ അർത്ഥം? എടുത്താൽ പ്രതിഫലവും ഉപേക്ഷിച്ചാൽ ശിക്ഷയും ലഭിക്കുന്നതിനാണ് വാജിബ് എന്ന് പറയുന്നത്. വാജിബായ ഒരു കാര്യം അത് നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് കൂലിയാണ്, ഉപേക്ഷിച്ചാൽ ശിക്ഷയാണ്. വാജിബായ കാര്യം എന്ന് പറയുന്നത് അതിനാണ്. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. വാജിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർബന്ധമായ കാര്യം. നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. എന്നാൽ ഉപേക്ഷിച്ചു കഴിഞ്ഞാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ശിക്ഷയും നൽകുന്നതാണ് വാജിബ് എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് ഇതിന് നമ്മൾ ഫർള് എന്നും കൂടി പറയലുണ്ട്. വാജിബായ കാര്യങ്ങൾക്ക് ഫർളായ കാര്യമെന്ന് പറയലുണ്ട്. ഉദാഹരണത്തിന് നിസ്കാരം ഫർളാണ്, നോമ്പ്, റമളാൻ മാസത്തിന്റെ നോമ്പ് ഫർളാണ്. നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ, 5 വഖത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവന് കൂലി കൊടുക്കുകയാണ്. നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവന് ശിക്ഷ കൊടുക്കുകയാണ്. റമളാൻ മാസത്തിന്റെ 30 നോമ്പും ഫർളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഫർളായ കാര്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹു കൂലി തരുകയാണ്. മാഷാ അല്ലാഹ്. എന്നാൽ അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിന് ശിക്ഷ നൽകുകയാണ്. വാജിബ് എന്ന് പറയുന്നത്, ഫർള് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ശ്രദ്ധിക്കണം, മദ്രസയിൽ പഠിപ്പിക്കുന്നവരെ പഠിപ്പിക്കാനുണ്ടോ? ഇൻഷാ അല്ലാഹ്. വാജിബ് എന്ന് പറയുന്നത്, ഫർള് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്നാമത്തത് ഫർള് ഐൻ, വ്യക്തിപരമായ നിർബന്ധം. ഫർള് ഐൻ വ്യക്തികൾക്കുള്ള നിർബന്ധമാണ്. രണ്ടാമത്തത് ഫർള് കിഫായ, സാമൂഹികമായ നിർബന്ധം. എന്റെ പ്രിയപ്പെട്ടവർ, ഒരു സമൂഹത്തിന് നിർബന്ധമായ കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫർള് ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായ നിർബന്ധമാണ്. 5 നേരത്തെ നിസ്കാരം അത് വ്യക്തിപരമായ നിർബന്ധമാണ്. ഫർള് ഐൻ വ്യക്തിപരമായ നിർബന്ധത്തിനൊരു ഉദാഹരണമാണ്. 5 നേരത്തെ നമസ്കാരം
അത് ഒരാൾ എടുക്കേണ്ട കാര്യമാണ്. അത് സമൂഹം എടുത്തിട്ട് കാര്യമില്ല, ആരെങ്കിലും ഒരാൾ എടുത്തിട്ട് കാര്യമില്ല. നോമ്പെന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരുടെ ജീവിതത്തിനും നിർബന്ധമായ കാര്യമാണ്. ഫർളായ നോമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ 5 നേരത്തെ നിസ്കാരം ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണല്ലോ. അതാ 30 ദിവസത്തെ ഫർളായ നോമ്പ്, റമദാൻ മാസത്തിന്റെ നോമ്പ് ഓരോ വ്യക്തിയുടെയും മേൽ നിർബന്ധമാണ്. ഇതിനാണ് ഫർള് ഐൻ എന്ന് പറയുന്നത്. എന്നാൽ ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിലെ ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി അത് നിർവഹിച്ചാൽ സമൂഹത്തിന്റെ ബാധ്യത തീരും. ഏതെങ്കിലും ഒരു വ്യക്തി നിർവഹിച്ചു കഴിഞ്ഞാൽ ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ സാമൂഹികമായ നിർബന്ധമാണ്. സമൂഹത്തിലെ നമ്മുടെ നാട്ടിലെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമുക്കൊക്കെ അതിൽ നിന്ന് മോചനം ലഭിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഉദാഹരണത്തിന് മയ്യിത്ത് നിസ്കാരം എന്ന് പറയുന്നത് ഫർള് കിഫായയാണ്. എന്റെ പ്രിയപ്പെട്ടവനെ, അത് സമൂഹത്തിന് നിർബന്ധമായ കാര്യമാണ്. അല്ലാഹുവേ, മയ്യത്ത് കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, ജനാസ നിസ്കാരം നിർവഹിക്കൽ, ഇവയൊക്കെ ഫർള് കിഫായയിൽ പെട്ടതാണ്. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലുള്ള ഒരാൾ നിസ്കരിച്ചില്ലേ എല്ലാവരും കുറ്റക്കാരാണ്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ അൽഹംദുലില്ലാ നാട്ടിലുള്ള ഒരാളുടെ മയ്യത്ത് നിസ്കരിച്ചു എന്നാൽ നമ്മളൊക്കെ ആ കുറ്റത്തിൽ വിമുക്തമാകും. ഇതേപോലെ ആവില്ല നിസ്കാരട്ടാ. ഉസ്താദേ, എന്റെ കൂട്ടുകാരൻ എല്ലാ ദിവസവും 5 വഖത്ത് നിസ്കരിക്കാൻ പോകും. അതുകൊണ്ട് ഞാൻ ആ നിസ്കരിച്ചില്ലെങ്കിൽ ആ നിസ്കാരത്തിൽ ശിക്ഷയിൽ നിന്ന്, നിസ്കരിക്കാത്ത ശിക്ഷയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അത് പറ്റൂല. അത് ഫർള് ഐനാണ്. അത് ഫർള് ഐനാണ്. അത് നിങ്ങള് എന്റെ പ്രിയപ്പെട്ടവർ, അത് എനിക്ക് നിർബന്ധമായ കാര്യമാണ്, എന്റെ സ്വന്തം നിർബന്ധമായ കാര്യമാണ്. ഞാൻ നിസ്കരിച്ചാൽ മാത്രമേ ആ നിസ്കാരം അതാ അൽഹംദുലില്ലാ അതിന്റെ കൂലി എനിക്ക് കിട്ടുകയുള്ളൂ. ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ അതിന്റെ ശിക്ഷ എനിക്ക് തന്നെ കിട്ടും. വേറെ ആരെങ്കിലും നിസ്കരിച്ചിട്ട് കാര്യമില്ല. നോമ്പ് ഞാൻ തന്നെ എടുക്കണം. മനസ്സിലായില്ലേ? ഫർള് ഐൻ എന്ന് പറഞ്ഞ മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയാം. ഇത് വലിയ അറിവാണ് കേട്ടോ എന്റെ പ്രിയപ്പെട്ടവർ. ഒരുപാട് ആളുകൾ നിങ്ങൾ പറയും ഇത് വലിയ അറിവല്ലേ, ഈ ക്ലാസ് വേണോ, നിങ്ങൾക്ക് വേണോ വേണ്ടേ? വാജിബിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. വാജിബ് എന്ന് പറയുന്നത് ഫർള് എന്ന് പറയുന്നതും വാജിബ് എന്ന് പറയുന്നത് ഒന്നാണ്. എന്റെ പ്രിയപ്പെട്ട രണ്ട് വിഭാഗമാണ്. ഒന്ന് ഫർള് ഐൻ, രണ്ടാമത്തത് ഫർള് കിഫായ. ഒന്ന് ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ നിർബന്ധമുള്ളത്, രണ്ടാമത് ഫർള് കിഫായ സാമൂഹികമായ നിർബന്ധമുള്ളത്. ഫർള് ഐൻ ഒരു ഉദാഹരണം എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരം അതൊരു വ്യക്തിക്കുള്ളതാണ്. അത് ആ വ്യക്തി തന്നെ നിർവഹിക്കണം. അത് നിർവഹിച്ചില്ലെങ്കിൽ അവൻ തന്നെ ആ ശിക്ഷ അനുഭവിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഫർള് കിഫായ, മയ്യത്ത് കുളിപ്പിക്കൽ, മയ്യത്ത് നിസ്കരിക്കൽ, ഇതൊക്കെ ഒരു സാമൂഹികമായ ബാധ്യതയാണ്. സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും നിർവഹിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് മോചിതരാകും. മനസ്സിലായോ? അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. ഒരു 3 സലാത്ത് ചൊല്ലുമോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അപ്പോൾ എൻ്റെ മുഅ്മിനീങ്ങളെ, വാജിബിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി സുന്നത്ത് എന്ന് പറയുന്ന കർമ്മമാണ്. കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കർമ്മം ചെയ്യുന്ന കാര്യത്തെ കുറിച്ചല്ല, അത് സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതി വെച്ചോളൂ, ഹൃദയത്തിൽ കുറിച്ചു വെച്ചോളൂ. എടുത്താൽ പ്രതിഫലം ലഭിക്കുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കാത്തതുമായ കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്താൽ കൂലി കിട്ടുന്നതും എടുത്തില്ലെങ്കിൽ ശിക്ഷ ലഭിക്കാത്തതുമായ കാര്യമാണ് സുന്നത്തായ കാര്യമെന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നും കൂടി നിങ്ങൾ എഴുതി വെച്ചോളൂ. സുന്നത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്താൽ പ്രതിഫലം ലഭിക്കുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കാത്തതുമായ കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഉദാഹരണം
പറയുകയാണെങ്കിൽ ഉളൂഇന്റെ ആരംഭത്തിൽ 2 കൈപ്പത്തികൾ കഴുകുക എന്നത് സുന്നത്താണ്. ഉളൂഇന്റെ ആരംഭത്തിൽ 2 കൈപ്പത്തികൾ കഴുകുക എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ സുന്നത്താണ്. എന്നാൽ ഈ 2 കൈപ്പത്തികൾ ഒരാൾ കഴുകിയിട്ടില്ല, എന്നാൽ അതിന്റെ പ്രതിഫലം അല്ലാഹു തആല അയാൾക്ക് കൊടുക്കൂല, എന്നാൽ ശിക്ഷയും കൊടുക്കൂല. ഈ കൈപ്പത്തി കഴുകിയാൽ ആ സുന്നത്ത് എടുത്തതിന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. സുന്നത്തായ കാര്യങ്ങൾ എത്ര കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറയും. ഒരു 3 കാര്യം പറയും, സുന്നത്തായ 3 കാര്യം പറയും. നിങ്ങൾക്ക് തന്നെ അറിയാം, അപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. 3 സുന്നത്ത് പറയും. ഒന്ന് പറയും, ഞാൻ നോക്കട്ടെ കമന്റുകളിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റുമോ? അറിയാലോ, ഒന്ന് പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് 5:35 ആകുമ്പോൾ നമ്മുടെ സദസ്സ് തുടങ്ങും കേട്ടോ. ഇനി 3 മിനിറ്റ് കൂടെ ക്ലാസ് ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ബറക്കത്ത് നൽകട്ടെ. സുന്നത്തായ 3 കാര്യങ്ങൾ പറയും. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എടുത്താൽ പ്രതിഫലം ലഭിക്കുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കാത്തതുമായ കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അതെ, ഉദാഹരണത്തിന് തൊപ്പി വെക്കുക എന്നുള്ളത് ഒരു സുന്നത്താണ്. തൊപ്പി വെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. പക്ഷേ ഒരു മുഅ്മിനിന്റെ അടയാളം, അത് വല്ലാത്തൊരു ബറക്കത്താണ് തൊപ്പി വെക്കുക എന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ വളരെ ശ്രദ്ധിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. തൊപ്പി ധരിക്കൽ സുന്നത്താണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പറയും, തറാവീഹ് സുന്നത്താണ്. തറാവീഹ് സുന്നത്താണ്. പക്ഷെ സുന്നത്തുകളിൽ വെച്ച് ഏറ്റവും ശക്തിമത്തായ സുന്നത്താണ്. നിങ്ങൾ നിസ്കരിക്കണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. സുന്നത്ത് എന്ന് പറയുന്ന മനോഹരമായ കാര്യത്തെ നിസാരമായി കാണരുത്. സുന്നത്ത് എടുക്കുന്നവർക്ക് അല്ലാഹു നൽകുന്നത് സ്വർഗ്ഗമാണ് ഇൻഷാ അല്ലാഹ്. സലാം പറയൽ സുന്നത്താണ്. സലാം പറഞ്ഞില്ല എന്നതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ അല്ലാഹു നരകം തരും എന്നല്ല, നേരെ മറിച്ച് സലാം പറയുന്നത് വലിയ സുന്നത്താണ്. അത് എന്തായാലും പറയണം, ഒരു മുഅ്മിനിന്റെ അടയാളമാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ സുന്നത്ത് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതെ, നിസ്കാരത്തിന്റെ 2 ഉദാഹരണത്തിന് ളുഹർ നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. അത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് നിസ്കരിച്ചാ കൂലിയാണ്, നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷയൊന്നുമില്ല എന്നും പറഞ്ഞത് നിസ്സാരമായി കാണരുത്. ഇതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ് റബ്ബേ, ഞങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്. ഇനി ഹറാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹറാം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്താൽ ശിക്ഷ ലഭിക്കുന്നതും ചെയ്യാതിരുന്നാൽ പ്രതിഫലം ലഭിക്കുന്നതുമായ കാര്യങ്ങൾക്കാണ് ഹറാം എന്ന് പറയുന്നത്. പല ആൾക്കാർക്ക് ഹറാം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും അറിയില്ല. ഹറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്താൽ അവന് നരകമാണ്, ശിക്ഷയാണ്. ചെയ്തില്ലെങ്കിലോ അവൻ അല്ലാഹുവിന്റെ അടുക്കൽ മനോഹരമായ കൂലിയാണ്. ഹറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്താൽ ശിക്ഷ ലഭിക്കുകയും ചെയ്യാതിരുന്നാൽ പ്രതിഫലം ലഭിക്കുന്നതുമായ കാര്യങ്ങൾക്കാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കള്ള് കുടിക്കുന്നത്, വ്യഭിചരിക്കുന്നത്, മോഷണം നടത്തുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഹറാമായ കാര്യമാണ്. ഒരാൾ കള്ള് കുടിച്ചാൽ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അതാ ഹറാമിന്റെ ശിക്ഷ കൊടുക്കുകയാണ്. എന്നാൽ അവന്റെ മുന്നിൽ കള്ളുണ്ട്, അവന്റെ മുന്നിൽ കള്ളിരിക്കുകയാണ്. പടച്ചോനെ, ഇത് ഹറാമാണല്ലോ, അല്ലാഹുവിന് ഇഷ്ടമല്ലല്ലോ, ഞാൻ ഈ കള്ളു കുടിക്കണില്ല പടച്ചോനെ, അതുകൊണ്ട് ഞാനതാ അതിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൂലി കൊടുക്കുകയാണ്. ഇതിനാണ് അതാ ഹറാം എന്ന് പറയുന്നത്. ഹറാം എന്ന് പറഞ്ഞാൽ അല്ലാഹു നിരോധിച്ച കാര്യമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയാണ്, ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പ്രതിഫലവുമാണ്. 2 കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാജിബ്, ചെയ്താൽ കൂലി ലഭിക്കുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കുന്നതും. രണ്ടാമത്തത് ഹറാം. ഇതിന് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോളി. ഹറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്താൽ, വാജിബ് എന്ന് പറഞ്ഞത് എന്താണ്? ചെയ്താൽ കൂലിയാണ്. ഹറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്താൽ ശിക്ഷയാണ്. ചെയ്തില്ലെങ്കിൽ
പ്രതിഫലമാണ്. വാജിബ് എന്ന് പറയുന്നത് ചെയ്തില്ലെങ്കിൽ ശിക്ഷയാണ്. അല്ലേ? മാഷാ അല്ലാഹ്. അപ്പോ വാജിബിന്റെ എന്താണ്? ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ശിക്ഷയുമുള്ള കാര്യങ്ങൾക്കാണ് ഫർള് എന്ന് പറയാ, വാജിബ് എന്ന് പറയാ. സുന്നത്ത് എന്ന് പറയുന്നത് ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഹറാം എന്ന് പറയുന്നത് ചെയ്താൽ ശിക്ഷയും ചെയ്തില്ലെങ്കിൽ പ്രതിഫലവും അല്ലാഹു നൽകുന്ന കാര്യത്തിനാണ്.